നിങ്ങൾ സ്വയം ഇങ്ങനെ പാവമായി തീരരുത്. കാരണം നിങ്ങളുടെ നല്ല മനസ്സിനെ മറ്റുള്ളവർ മുതലെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ആ പാവം പിടിച്ച മനസ്സിനെ മറ്റുള്ളവർ കൂടുതൽ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. കാരണം എന്ത് പറഞ്ഞാലും നിങ്ങൾ അനുസരിക്കുമെന്ന് മറ്റുള്ളവർക്ക് അറിയാം. നിങ്ങളുടെ ആ മനുഷ്യത്വം, സ്നേഹം, കരുണ ഇതെല്ലാം നിങ്ങളുടെ ഒരു ബലഹീനത എന്നാണ് മറ്റുള്ളവർ സ്വയം മനസ്സിലാക്കുന്നത്. നിങ്ങൾ സ്വയം മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിനും മറ്റുള്ളവരെ കരുതാനും മറ്റുള്ളവരെ ബഹുമാനിക്കാനും നിങ്ങൾ കൊടുക്കുന്ന നല്ല മനസ്സ്, മറ്റുള്ളവരെ സ്നേഹിക്കാനും എന്ത് സഹായം ചെയ്യാനും നിങ്ങൾ തയ്യാറാവുമ്പോൾ നിങ്ങളുടെ നല്ല മനസ്സ് മറ്റുള്ളവർക്ക് അവരുടെ ജോലി എളുപ്പമാക്കാനുള്ള ഒരു വഴി മാത്രമായിട്ട് തീർക്കും. നോക്കൂ, നിങ്ങൾ പാവം നല്ല വ്യക്തികളാണ്. എന്നാൽ മനുഷ്യൻ്റെ മനസ്സെന്നത് ഒരു വിചിത്രമായ ഒരു ഇടമാണ്. കാരണം മനുഷ്യ സ്നേഹമെന്നത് പല വിധത്തിലാണുള്ളത്. ചിലർ അഭിനയിക്കുന്നു, ചിലർ നിങ്ങളെപ്പോലെ അങ്ങ് സ്നേഹിക്കുന്നു, ചിലരെല്ലാം അറിഞ്ഞും കേട്ടും കണ്ടും അവർ യാന്ത്രികരായി മാറുന്നു. ഇതെല്ലാം തിരിച്ചറിവിലൂടെ വരുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ് ജീവിതത്തിൻ്റെ ഓരോ ഘട്ടവും. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേദന പാവം വ്യക്തികൾ തന്നെയാണ്. ഏറ്റവും കൂടുതൽ തേപ്പ് കിട്ടുന്നതും പാവം പിടിച്ച വ്യക്തികൾക്കാണ്. ഇതിൽ ആൺപെൺ വ്യത്യാസമൊന്നുമില്ല. കാരണം ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ ദുഃഖം അനുഭവിക്കുന്നത് ഇത്തരം വ്യക്തികൾ തന്നെയാണ്. എന്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഇത്തരം അനുഭവങ്ങളെക്കുറിച്ച് തിരിച്ചറിവുണ്ടാകാത്തത്? എന്തുകൊണ്ടാണ് വീണ്ടും നിങ്ങളിങ്ങനെ മറ്റുള്ളവരുടെ കയ്യിൽ ഒരു കളിപ്പാവയായി മാറുന്നത്? എന്തുകൊണ്ട് സ്വയം നിങ്ങൾക്കിതിൽ നിന്നും കരകയറാൻ ആഗ്രഹമില്ലാത്തത്? എന്തുകൊണ്ടാണ് നിങ്ങൾ വീണ്ടും 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 ഇങ്ങനെ വേദനിച്ച് നീറി ജീവിക്കുന്നത്? പറ്റിക്കപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയിട്ടും നിങ്ങൾ മറ്റുള്ളവരെ കയ്യിൽ വീഴും ഒരു കളിപ്പാവയാണ് മനസ്സിലാക്കിയിട്ടും എന്തുകൊണ്ട് നിങ്ങൾ ഇതിൽ നിന്നും മുക്തരാകുന്നില്ല? എന്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ നിന്നും പുതിയ വഴിത്തിരിവിലേക്ക് നിങ്ങൾ തിരിയാത്തത്? എന്തുകൊണ്ടാണ് ജീവിതത്തിൽ വരുന്ന ഈ പ്രതിസന്ധികൾ തരണം ചെയ്യാൻ നിങ്ങൾക്ക് സാധ്യമില്ലാത്തത്? പാവം വ്യക്തികൾ അനുഭവിക്കുന്ന ഒരുപാട് ദുരിതം നിറഞ്ഞ ജീവിതം നിത്യേന നമ്മുടെ കൺമുമ്പിൽ കാണുന്നതാണ്. പ്രതികരിക്കാനാകാതെ തൻ്റെ പ്രിയപ്പെട്ടവർക്ക് തന്നിൽ കൂടുതൽ വില ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടും സ്വയം ഇല്ലാതായി ഒരുങ്ങിത്തീരുന്ന വ്യക്തികൾ സ്വയം മനസ്സിലാക്കേണ്ടതാണ് നിങ്ങൾ. നമ്മൾ പാവം വ്യക്തികളെന്നും പറയുന്ന ചില വ്യക്തികളെ ഒന്ന് വീക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഒന്നും പ്രതികരിക്കാനാകാതെ അവരെന്തെങ്കിലും വിചാരിക്കുമോ എന്ന് ചിന്തിച്ച് പ്രതികരിക്കണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ഒന്നും മിണ്ടാതെ അവരെല്ലാം കേട്ടും സഹിച്ചും മിണ്ടാതെ നിൽക്കും. ആരെന്ത് പ്രശ്നങ്ങൾ പറഞ്ഞാലും എത്രയെല്ലാം ഹർട്ടായാൽ പോലും അവരൊന്നും മിണ്ടില്ല. അത്തരം വ്യക്തികൾ ആൾക്കാർ പറയും പാവം ഒരു കുട്ടിയാണ്, ഒന്നും മിണ്ടില്ല. എന്ത് പ്രശ്നം വന്നാൽ പോലും അതൊരക്ഷരം അത് മിണ്ടാതെ എല്ലാം സഹിച്ച് നിൽക്കുമെന്ന്. പക്ഷേ ഈ പാവം കുട്ടികൾ അവർ തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും ദുഃഖം അനുഭവിക്കുന്നവരും. കാരണം പ്രതികരിക്കാനാകാതെ അവരെ തന്നെ വേദനയുടെ ഇരുത്തിയിലവർ സ്വയം അങ്ങ് അലിഞ്ഞു ചേരും.
ഒറ്റയ്ക്കാവുന്ന നിമിഷമാണ് അവർ എത്രമാത്രം തൻ്റെ ജീവിതം ദയനീയമാണെന്നും തനിക്കിതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത വിധം താൻ ദുർബലയാണെന്നും മനസ്സിലാക്കുന്നത്. കാരണം ഈ ജീവിതത്തിൽ നഷ്ടങ്ങൾ വന്നു കഴിഞ്ഞാൽ തനിക്കുണ്ടാകുന്ന ഏറ്റവും വലിയ നഷ്ടം തൻ്റെ കുടുംബത്തിൽ വരുന്ന അപമാനം. തനിക്ക് ജീവിക്കാൻ മറ്റു മാർഗമൊന്നും ഇല്ല. എന്ത് വന്നാലും ഈ ജീവിതം ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ട് പോയിക്കൊണ്ടേയിരിക്കണം. കാരണം മറ്റുള്ളവർക്ക് താനൊരു ഭാരമാകരുത് എന്നിവർ സ്വയം ചിന്തിച്ചു കൊണ്ടേയിരിക്കും. അവർക്ക് മാറണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ മാറാൻ അവർക്ക് സാധ്യമല്ല. കാരണം തൻ്റെ മുമ്പിലുള്ള ജീവിതം, താൻ ഇഷ്ടപ്പെടുന്ന, താൻ പ്രിയപ്പെട്ടതായി കരുതുന്നവർ തന്നിൽ നിന്നും അകന്നു പോകുന്ന ഒരു ഉൾഭയം. അങ്ങനെ ഒരു ഉൾഭയം ഉള്ളിടത്തോളം കാലം ഇവർ പാവം കുട്ടികളായിക്കൊണ്ടേയിരിക്കും. കാരണം ഈ പാവം കുട്ടികൾ ജീവിതത്തിൽ എന്നും വേദന അനുഭവിച്ചു കൊണ്ടേയിരിക്കും. സ്വയം ഇങ്ങനെ ഉരുകി ആരും അറിയാതെ അവരൊരു സ്വയം അപകർഷബോധത്തിൽപ്പെട്ട് അവരങ്ങനെ ദിവസവും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. ഒരു പക്ഷേ ഈ പാവം പിടിച്ച വ്യക്തിയുടെ മക്കൾ ഇത് കണ്ട അമർഷം കൊണ്ടായിരിക്കും ഒരു പക്ഷേ ഒരു ദുഷ്ടനോ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു അപകർഷബോധമുള്ള, തനിക്കൊരിക്കലും രക്ഷപ്പെടാനാകില്ല, ഞാൻ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ എങ്ങനെയാണ്, എൻ്റെ അമ്മ എങ്ങനെയാണ്, ഒന്നും പ്രതികരിക്കാതെ സഹിച്ചും കേട്ട് മുന്നോട്ട് പോകുന്നു, ഞാനും ഇതേ അവസ്ഥയിൽ തന്നെ തുടരണം എന്ന് ചിന്തിച്ച് കാലങ്ങളായി അപകർഷബോധത്തിൽ പെട്ട് സ്വയം ഉരുകിത്തീരുന്ന പല വ്യക്തികളും ഉള്ള ഇടമാണ് നമ്മുടെ ചുറ്റുപാടുള്ളവർ. നമ്മളൊന്ന് വീക്ഷിച്ച പല ബന്ധങ്ങളിലും സ്വയം ഉരുകിത്തീരുന്ന വ്യക്തികളെ കാണാൻ സാധിക്കും. ഒരു കുടുംബത്തിലുള്ളവർ തന്നെ അവരെങ്ങനെ അകറ്റി നിർത്തുന്നതും സ്വയം അവരെ എങ്ങനെ ഒരു തീച്ചുളയിലാക്കി രസിക്കുന്നതും കാണാൻ സാധിക്കും. കാരണം അവർ പ്രതികരിക്കില്ല എന്ന് അവർക്ക് ഉത്തമ ബോധ്യമുണ്ട്. ഒരു പക്ഷേ ഒരിക്കൽ ഒരു അപമാനം വന്നു കഴിഞ്ഞാൽ ഒരിക്കൽ താന് വീണ്ടും ഇത്തരം അപമാനത്തിന് വിധേയനാകുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒറ്റൊരു പ്രാവശ്യം പ്രതികരിച്ചിരുന്നുവെങ്കിൽ നിരന്തരം ഇങ്ങനൊരു മാനസിക പീഡനത്തിന് തൻ്റെ നല്ല നിമിഷങ്ങൾക്ക് ബലി കൊടുക്കേണ്ട ഒരു ആവശ്യവും വരില്ലായിരുന്നു. ചില വ്യക്തികൾ തൻ്റെ പങ്കാളികളെ അടിമയാക്കി വച്ചിരിക്കുന്നതിൻ്റെ കാരണം എന്തെന്നറിയാമോ? അവരെ ഒന്ന് അയച്ചു വിട്ടുകഴിഞ്ഞാൽ അവർ തനിക്ക് നഷ്ടപ്പെടുമോ എന്നൊരു ഉൾഭയം അവരുടെ ഉള്ളിലുമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ അടിച്ചമർത്തി തൻ്റേതാക്കി എപ്പോഴും സൂക്ഷിക്കുന്നതിൻ്റെ കാരണം. കാരണം പ്രതികരിക്കുന്ന ഇടത്ത് ഒരു പക്ഷേ നിങ്ങൾക്ക് തന്നെ സ്വാതന്ത്ര്യം നേടാനുള്ളൊരു അവസരമുണ്ടായിട്ടും ചില വ്യക്തികൾ ഇതിങ്ങനെ മൗനമായിട്ട് ആസ്വദിക്കുന്നവരുമുണ്ട്. തൻ്റെ പ്രിയപ്പെട്ടവർ തനിക്ക് വേണ്ടിയിട്ടല്ലേ എന്ന് ചിന്തിക്കുമ്പോൾ ഇതിൽ ഒന്നും മിണ്ടാതെ സ്വയം എല്ലാം അനുഭവിച്ച് മുന്നോട്ട് പോകുന്നവരുമുണ്ട്. മനുഷ്യർ പലതരത്തിലാണ് ചിന്തിക്കുന്നത്. ചില വ്യക്തികളുണ്ടല്ലോ ഇതിങ്ങനെ ആസ്വദിച്ചു കൊണ്ടേയിരിക്കും. എന്നാൽ ചില വ്യക്തികൾ ഒന്ന് പ്രതികരിച്ച് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇതിനു മുമ്പേ പ്രതികരിച്ചിരുന്നു എങ്കിൽ തനിക്ക് കുറച്ച് മുമ്പേ മനസ്സുഖം കിട്ടുമായിരുന്നു എന്ന്. കാരണം എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലും ഒരു ഉൾഭയമുണ്ട്. കാരണം പ്രതികരണത്തിൻ്റെ ഒരു ശക്തി അതാണ്. സ്വയം ബലഹീനനായ ഒരു വ്യക്തിയാണ് മറ്റൊരു വ്യക്തിയെ അടിമയാക്കാനായിട്ട് ശ്രമിക്കുന്നത്. ബലഹീനനല്ലാത്തവൻ മറ്റുള്ളവരെയും സ്വതന്ത്രനാക്കാനായിട്ട് ശ്രമിക്കും. ചില വ്യക്തികളുടെ ജീവിതത്തിൽ എല്ലാ വശങ്ങളും ചിന്തിച്ചു കൊണ്ടേയിരിക്കും. ഏതാണോ തനിക്ക് അനുകൂലമായിട്ട് തൻ്റെ ജീവിതത്തിൽ എന്താണോ സന്തോഷം തരുന്നത്, തൻ്റെ ജീവിതത്തിൽ സമാധാനം തരുന്ന എന്തോ അതിൽ ഉറച്ചു നിൽക്കാനായിട്ടാണ് ഓരോ വ്യക്തികളും ആഗ്രഹിക്കുന്നത്. എന്നാൽ
പിടിച്ചു വയ്ക്കുന്നത് എന്തോ അതിൽ മൂല്യം കുറയും. എനിക്ക് നിങ്ങളോട് പറയേണ്ടത്, പാപം പിടിച്ചിങ്ങനെ ജീവിച്ച് സ്വയം ഉരുകിത്തീരുന്നതിനേക്കാൾ നല്ലത് നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കിട്ടുന്നൊരു മനസ്സുഖം. അതാണ് ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുണ്ടാക്കുന്നത്. കുടുംബജീവിതം തല്ലിക്കെടുത്തി പോകുന്നതല്ല ജീവിതത്തിൻ്റെ ഭദ്രത. ആ ജീവിതത്തിൽ എന്ത് മാറ്റം കൊണ്ടുവരാം തൻ്റെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തിക്ക്? നിങ്ങൾ എന്താണ് ഒരു ദേഷ്യത്തിന് കാരണമായത്? എന്തുകൊണ്ടാണ് നിങ്ങളെ മറ്റുള്ളവരിൽ നിന്നും അകറ്റി നിർത്താനായിട്ട് ശ്രമിക്കുന്നത്? ഇതെല്ലാം ചിന്തിച്ചു കഴിഞ്ഞാൽ ചില പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താനാവും. ആരാണോ നിങ്ങൾക്കിടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത് എന്ന് മനസ്സിലാകും. അതങ്ങനെയുള്ള കുത്തിത്തിരിപ്പുകളെല്ലാം അവഗണിച്ച് പ്രിയപ്പെട്ടവർക്കൊപ്പം മുന്നോട്ട് സന്തോഷമായി ജീവിക്കുന്നതാണ് ഏറ്റവും സുന്ദരമായത്. പ്രശ്നങ്ങളുടെ ഉറവിടം മനസ്സിലാക്കുന്ന ഇടത്താണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ, നിങ്ങളുടെ ഉയർച്ചയുടെ ആദ്യഘട്ടം ആരംഭിക്കുന്നത്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കും, നിങ്ങളെ നിരന്തരം മുറിവേൽപ്പിക്കുന്നവരുടെ ഇടത്തേക്ക് നിങ്ങൾ കയറി ചെല്ലരുത്. നിങ്ങൾ അവഗണിക്കുന്ന ഇടങ്ങളിലേക്കും പോകരുത്. നിങ്ങളുടെ മനസ്സിന് സന്തോഷം തരാത്ത ഇടങ്ങളിൽ പോകരുത്. നിങ്ങളെ മനസ്സിലാക്കുന്ന വ്യക്തികളുമായിട്ട് ചങ്ങാത്തം കൂടുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും സമാധാനം കിട്ടുന്നത്. എന്നാൽ നിങ്ങൾ നിരന്തരം നിങ്ങളുടെ സമാധാനവും കളഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും നിങ്ങളെ ഒന്നുമല്ലതാക്കി തീർക്കുന്ന ഇടങ്ങളിൽ നിങ്ങൾ വീണ്ടും 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 കയറി ചെല്ലാതിരിക്കുന്നതാണ് നിങ്ങൾ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൻ്റെ ആദ്യം സ്റ്റെപ്പ്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് വിലയുണ്ടാവുള്ളൂ. നിങ്ങൾക്ക് സ്വയം നിങ്ങൾ കൊടുക്കുന്ന വില എന്താണോ അതനുസരിച്ചിരിക്കും നിങ്ങൾക്ക് മറ്റുള്ളവർ തരുന്ന വിലയും. അവഗണിക്കുന്ന ഇടങ്ങളിൽ നിന്നും പുറത്തു ചാടാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടാകണം. കാരണം ധൈര്യത്തിൻ്റെ ഒരു കാര്യമെന്നത് അത് നിർവചിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം ധൈര്യമുള്ള വ്യക്തികളാണ് ചെയ്യുന്ന തെറ്റാണ് എന്ന് പ്രതികരിക്കുന്നത്. താൻ അനുഭവിക്കുന്നത് അനീതിയാണെന്ന് മനസ്സിലാക്കി അതിന് തടയിടുന്നത്. ധൈര്യമില്ലാത്തവൻ എപ്പോഴും പാവം മുഖമുടിയിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ട് പോയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് പാവം വ്യക്തികളുടെ ഒരു അപേക്ഷ പറയട്ടെ, നമ്മുടെ നല്ല മനസ്സിനെ മുതലെടുക്കാൻ ശ്രമിക്കുന്നവരാണ് നമുക്ക് ചുറ്റുമുള്ള മിക്കവരും. ഇങ്ങോട്ട് എങ്ങനെയാണോ ഒരാൾ നിങ്ങളോട് പെരുമാറുന്നത് അതുപോലെ പെരുമാറാൻ നിങ്ങൾക്ക് സാധിക്കണം. നിരന്തരം നിങ്ങളെ ദേഷ്യപ്പെടുന്നു, പുച്ഛിക്കുന്നു, നിങ്ങളോട് നിരന്തരം വഴക്കിടുന്ന വ്യക്തികളോട് വായിട്ട് മല്ലടിക്കുന്നതല്ല ഉചിതം. ഒപ്പം മറ്റൊരു മാർഗമുണ്ട്, അവരെ അവഗണിക്കുക. അവർ ദേഷ്യപ്പെടുന്നു, അവർ പുച്ഛിക്കുന്നു, പരിഹസിക്കുന്നു, കേട്ട ഭാവം വയ്ക്കാതെ നിങ്ങൾ അവരെ അവഗണിച്ചു കഴിഞ്ഞാൽ സ്വയം അപമാന ഭാരം അവരെയും പിടിക്കും. അവർക്ക് മനസ്സിലാവും അങ്ങോട്ട് എൻ്റെ ഒരു കളിയും ഇനി നടക്കില്ല. ഇനി ഞാൻ അവരെന്തെങ്കിലും പറഞ്ഞു പോയാൽ സ്വയം അപമാനപ്പെടേണ്ട അവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് ഞാൻ പിന്മാറുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു അവർ സ്വയം പിന്മാറും. അങ്ങനെ നിങ്ങൾക്ക് മനസ്സമാധാനം സ്വയം കണ്ടെത്താനുള്ള വഴി നിങ്ങൾക്ക് തെളിഞ്ഞു വരും. ബുദ്ധിപൂർവം ചിന്തിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോവുക. ജീവിതം സുന്ദരമാകാനായിട്ട് നിങ്ങൾക്ക് കഴിയട്ടെ. മറ്റൊരു വീഡിയോയുമായിട്ട് വേഗം കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച്.